തൊണ്ട പിടിച്ച് സൗണ്ടൊക്കെ പോയി കിടക്കുന്നത് കാരണം ഞാനിപ്പോൾ വോയിസ് ഓവർ വീഡിയോ ഇടാറില്ല. പക്ഷേ ഈ വീഡിയോക്ക് ഉള്ള സൗണ്ട് വെച്ച് ഒരു വോയിസ് ഓവർ ഇടാന്ന് വിചാരിച്ചു. ബിക്കോസ് എല്ലാ വുമന്റെയും ആഫ്റ്റർ ഇഫ്തർ കഴിഞ്ഞുള്ള സ്ട്രഗിൾ അതൊന്ന് ഈ ചെറിയ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. പലപ്പോഴും വീട്ടിലെ ആണുങ്ങൾ പെണ്ണുങ്ങളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ 2 കത്തം തീർത്തു, നീ എന്താ തീർത്തത്, നിനക്കൊക്കെ ഇബാദത്ത് ചെയ്യാൻ എവിടെ ടൈം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പ്ലീസ് ഡോണ്ട് കമ്പയർ വുമൻ ആൻഡ് മെൻ ഹിയർ. ബിക്കോസ് എവ്രി വൺ സ്ട്രഗിൾ ഇസ് ഡിഫറെൻ്റ് ആണ്. കിച്ചണ് ഫുള്ള് പ്ലേറ്റ്സ്, സിങ്ക് ഫുള്ള് ഡിഷസ്, റാക്ക് ക്ലീനിങ്സ്, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളൊരു ഇബാദത്തിന് ടൈം കണ്ടെത്തുന്നത്. ഫാസ്റ്റിംഗ് ചെയ്ത് ഫുൾ ബോഡി ടയർഡായാലും എല്ലാവരുടെയും വയറ് നിറഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷം. ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ തറാവി മിസ്സാവോ, ഇനി ഓതിയിരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കുറെ ടെൻഷൻസും മനസ്സിലുണ്ടാകും. ഇതിൻ്റെ അപ്പുറത്തേക്ക് പുലർച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കൽ അത് വേറെയും. ചെറുപ്പത്തിൽ ഞാൻ പണിയൊന്നും എടുക്കില്ല, ഞാനിവിടെ ഓതിയിരിക്കട്ടെ എന്ന് ഉമ്മമാനോട് പറഞ്ഞപ്പോൾ ഉമ്മമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നോമ്പുകാർക്ക് ഇഫ്താറിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പ്രത്യേകം കൂലുണ്ട് പൊന്നോ എന്ന്. സംഭവം എന്നെ പണിയെടുപ്പിക്കാനുള്ള ഒരു തട്ടിപ്പ് ഉപദേശം ആണെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. നന്മ നിറഞ്ഞ ഏതൊരു ജോലിക്കും പഠിച്ചവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജോലി ചെയ്ത അതിന് പ്രത്യേകം കൂലി ഉണ്ടെന്നേ. പക്ഷെ നന്മ വേണം കേട്ടോ. ഇത് കേട്ടിട്ട് ആരും ഇബാദത്തൊന്നും ചെയ്യാതെ ഇനി പണിയെടുത്ത് നിൽക്കണ്ട. എടുക്കുന്നവർക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക പാത്രം കഴുകാനാണ്. അതൊരു ലോഡ് ഉണ്ടാകും. സമയങ്ങൾ ചിലവഴിക്കുന്നത് പലർക്കും പല രീതികളിലാണ്. ഒന്നിനെയും കുറച്ച് കാണാനോ കമ്പയർ ചെയ്യാനോ ഒന്നും നിൽക്കാതെ കുറച്ച് റെസ്പെക്ട് കൊടുത്തു നോക്കൂ. റമളാൻ രാത്രികളിലെ നിശബ്ദ ശക്തി അതൊരു പെണ്ണിന്റെ സഹനമാണ്. ബിക്കോസ് ഇബാദത്തിന്റെ വാല്യൂ അതിന്റെ ടൈമിലല്ല, അതിന്റെ നിയ്യത്തിലാണ്. എവരിവൺ ഈസ് ട്രൈങ് ദെയർ ബെസ്റ്റ് ഇൻ ദെയർ ഓൺ വേ, ഇൻ ദെയർ ഓൺ പ്ലേസ്. സോ പ്ലീസ് ഡോണ്ട് കമ്പയർ.